ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലുള്ള ചില കമൻസുകളൊക്കെ കാണുമ്പോൾ ഒരു പരിധി വരെ സോഷ്യൽ മീഡിയക്ക് പുറത്തും ഞാൻ ഉൾക്കൊള്ളുന്ന ആശയ സംവിധാനത്തിൻ്റെ, ഞാൻ ഉൾക്കൊള്ളുന്ന സംഘടനയുടെ, ഞാൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല എങ്കിൽ അവരോട് സ്വീകരിക്കുന്ന സമീപനങ്ങൾ വളരെ മോശമായിട്ട് എഴുതുകയും പെരുമാറുകയും ചെയ്യുന്നവരെ കാണാറുണ്ട്. അന്നേരം ഇങ്ങനെ ആലോചിച്ചു പോവാണ്, സ്വന്തം ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, തീവ്രമായി അതിനെ കൊണ്ടു നടക്കുന്ന ആളാണെങ്കിൽ ശരിക്കും ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കല്ല വേണ്ടത് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലല്ലേ എനിക്ക് അവനെ എൻ്റെ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊരു മിനിമം കോമൺ സെൻസെങ്കിലും ആളുകൾക്ക് ഉണ്ടാവണ്ടേ എന്ന് ചിന്തിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ മറുഭാഗത്തുള്ള ആളുകളുടെ നേതാക്കളെക്കുറിച്ചോ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചോ വളരെ മോശമായി എഴുതുന്നവരെ കുറിച്ച് അറിയുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നതിൻ്റെ ഒരു കാരണം അതാണ്. തീരെ ബോധമില്ലാത്തവരായി പോയോ എന്ന് ചിന്തിക്കാറുണ്ട്. ഇനി അല്ല എന്ന് വെച്ചാൽ പോലും, ഇനി അങ്ങനെ ഒരു ലക്ഷ്യമില്ല എന്ന് വെച്ചാൽ പോലും എല്ലാ മനുഷ്യന്മാരെയും പരിഗണിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു ക്വാളിറ്റിയാണല്ലോ. അത് എൻ്റെ ആളാണ്, അവൻ്റെ ആളാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തു നിന്ന് ഇങ്ങനെ ഇട്ടേച്ചു പോകുമ്പോൾ നമ്മൾ ഓർക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ടാവുക, കുറേ ബന്ധങ്ങളുണ്ടാവുക. അങ്ങനെയുള്ള മനുഷ്യന്മാരെ, അങ്ങനെ ബന്ധങ്ങളെ സമ്പാദിക്കാൻ വേണ്ടി ഇത് വേണ്ടതെന്താ? എല്ലാവരെ കണ്ടാലും ഒന്ന് ചിരിക്കുക. എത്രയോ തവണ അങ്ങോട്ട് ചിരിച്ചിട്ടും ഇങ്ങോട്ട് ഒരു ചിരി പ്രതീക്ഷിച്ച ആളുകളെ ഇപ്പോൾ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്. ഒന്നിങ്ങനെ ചിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും അവർ ഇങ്ങോട്ട് ചിരിക്കാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. ഞാനൊരു വേറെ സംഘടനൻ്റെ ആളായത് കൊണ്ടായിരിക്കും എന്ന് പലപ്പോഴും സങ്കടപ്പെട്ടിട്ടുണ്ട്. ഏത് സംഘടനൻ്റെ ആളാണെങ്കിലും ഇങ്ങോട്ട് ചിരിച്ചാൽ അങ്ങോട്ട് ചിരിക്കണമെന്നൊരു ഒരു മിനിമം ക്വാളിറ്റി കാത്തു സൂക്ഷിക്കാത്ത മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടോ എന്ന് ചിന്തിക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്ത് നിന്ന് ഇങ്ങനെ മൺമറഞ്ഞാൽ സംഘടനാ ബന്ധങ്ങൾക്കപ്പുറത്തേക്ക്, രാഷ്ട്രീയ ബന്ധങ്ങൾക്കപ്പുറത്തേക്ക് കുറേ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് ജീവിതത്തിൻ്റെ അജണ്ടയായിരിക്കണം. വിശ്വാസിയാണെങ്കിൽ പ്രാർത്ഥന കിട്ടാനും, വിശ്വാസിയല്ലെങ്കിൽ നല്ല ഓർമ്മകൾ ഇവിടെ ഇങ്ങനെ ഇട്ടേച്ചു പോകാനും ഇത് ഏറ്റവും ഉപകാരപ്പെടും. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ സോഷ്യൽ മീഡിയയിലുള്ള ചില കമൻസുകളൊക്കെ കാണുമ്പോൾ ഒരു പരിധി വരെ സോഷ്യൽ മീഡിയക്ക് പുറത്തും ഞാൻ ഉൾക്കൊള്ളുന്ന ആശയ സംവിധാനത്തിൻ്റെ, ഞാൻ ഉൾക്കൊള്ളുന്ന സംഘടനയുടെ, ഞാൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല എങ്കിൽ അവരോട് സ്വീകരിക്കുന്ന സമീപനങ്ങൾ വളരെ മോശമായിട്ട് എഴുതുകയും പെരുമാറുകയും ചെയ്യുന്നവരെ കാണാറുണ്ട്. അന്നേരം ഇങ്ങനെ ആലോചിച്ചു പോവാണ്, സ്വന്തം ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, തീവ്രമായി അതിനെ കൊണ്ടു നടക്കുന്ന ആളാണെങ്കിൽ ശരിക്കും ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കല്ല വേണ്ടത് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലല്ലേ എനിക്ക് അവനെ എൻ്റെ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊരു മിനിമം കോമൺ സെൻസെങ്കിലും ആളുകൾക്ക് ഉണ്ടാവണ്ടേ എന്ന് ചിന്തിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ മറുഭാഗത്തുള്ള ആളുകളുടെ നേതാക്കളെക്കുറിച്ചോ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചോ വളരെ മോശമായി എഴുതുന്നവരെ കുറിച്ച്